രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട INTUC യുവജന വിഭാഗം INTUC യങ് വർക്കേഴ്സ് കൌൺസിലിന്റെ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് രാജി ആവശ്യമുയർന്നത്. ഒരു സ്ത്രീയെ കൊല്ലാൻ തനിക്ക് നിമിഷങ്ങൾ മതിയെന്ന് പറയുന്നത് ക്രിമിനൽ മനസ്സാണെന്നും അതിന് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് രാഷ്ട്രീയ പ്രിവിലേജാണെന്നും വിമർശനം. MLA സ്ഥാനവും പാർട്ടി അധികാര സ്ഥാനങ്ങളും തിരികെ വാങ്ങണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. തൃശ്ശൂരിൽ നടക്കുന്ന INTUCയുടെ യങ് ലീഡേഴ്സ് മീറ്റിലാണ്, അല്ലെങ്കിൽ ആ യോഗത്തിലാണ്, യുവജന യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയെ വധിക്കണം, കൊല്ലും എന്നൊക്കെ പറയുന്നത് അത് അധികാരം കൊണ്ടുള്ള അത്തരം ദുർവിനിയോഗത്തിന്റെ ഭാഗമാണ്. ഒപ്പം തന്നെ വോട്ട് ചെയ്ത വിജയിപ്പിച്ച ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു വിളിക്കാൻ അധികാരമില്ല, എന്നാൽ പാർട്ടിക്ക് അത് സാധിക്കും. ഒപ്പം തന്നെ മൂക്കാതെ പഴുക്കുന്ന രാഹുലിനെ തിരിച്ചു വിളിക്കാൻ അല്ലെങ്കിൽ MLA സ്ഥാനം തിരിച്ചു വാങ്ങിക്കാൻ പാർട്ടി തയ്യാറാവണമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് INTUCയുടെ യോഗത്തിൽ ആവശ്യം ഉയർന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തരം ആരോപണങ്ങൾ പാർട്ടിക്ക് വലിയ നാണക്കേടും മാനക്കേടുമാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇത്തരക്കാരെ വിജയിപ്പിച്ച് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് പാർട്ടിക്ക് ഭൂഷണമല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് INTUCയുടെ യുവജന വിഭാഗത്തിന്റെ യോഗത്തിൽ തന്നെ ആവശ്യമുയർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കടുത്ത വിമർശനമാണ് ആ യോഗത്തിൽ മുഴുനീളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് അധികാരത്തിന് വേണ്ടി പാർട്ടി സ്ഥാനങ്ങളിൽ എത്തിയതിനു ശേഷം ഇത്തരം ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം മാറുന്നു, അല്ലെങ്കിൽ അത്തരക്കാർ മാറുന്നു. അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം വലുതാണ്. ഒപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുമൊക്കെ അടുത്തിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് പാർട്ടിയെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി സ്വീകരിക്കാൻ, അല്ലെ രാജി ചോദിച്ചു വാങ്ങാൻ പാർട്ടി തയ്യാറാവണമെന്നും മൂക്കാതെ പഴുക്കുന്ന രാഹുലിനെ വെച്ച് പൊറിപ്പിക്കരുതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റ് പല നേതാക്കൾക്കെതിരെയും സമാന നിലയിൽ തന്നെ INTUCയുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാഫി പറമ്പിലിനും ഒപ്പം VD സതീശനും KPCC അധ്യക്ഷനെതിരെ പോലും പരോക്ഷ വിമർശനം ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നു വന്നപ്പോൾ ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.